ഓൾ, ടോഷ്മാസ് കിച്ചണിൽ ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ്. തലശ്ശേരി ബിരിയാണീസൊക്കെ നല്ല ഫേമസ് ആണ്. തലശ്ശേരി മട്ടൻ ബിരിയാണി, അതുപോലെ തലശ്ശേരി ചിക്കൻ ബിരിയാണിയൊക്കെ. എന്നാൽ ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഈ തലശ്ശേരി ചിക്കൻ ബിരിയാണി തയ്യാറാക്കാനായിട്ട് 1 കിലോ അരി വേണം. 5.5 കപ്പ് അരിയുണ്ട്. ഇത് ജീരകശാല അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഉപ്പ് പാകത്തിന് വേണം. പിന്നെ നെയ്യ് വേണം. അതുപോലെ 5 ഏലക്ക, 5 ഗ്രാമ്പു, കറുവാപ്പട്ട ഇത്രയും വേണം. സവോള 5 എണ്ണം നീളത്തിൽ അരിഞ്ഞ് നെയ്യിൽ വറുത്തെടുത്തതാണിത്. പകുതി നെയ്യും അതുപോലെ പകുതി എണ്ണയും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ നട്ട്സ്, കിസ്മിസ് അത് രണ്ടും സവോളയുടെ കൂട്ടത്തിൽ തന്നെ വറുത്ത് കോരിയതാണ്. ഇത് കുറച്ച് കുങ്കുമപ്പൂവ് ചൂടുപാലിൽ കുതിർത്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഗരം മസാല വേണം. ഇത് പച്ചമുളക് 20 എണ്ണം, അതുപോലെ വെളുത്തുള്ളി 25 അല്ലി തൊലി കളഞ്ഞ് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം. ഇത്രയും നന്നായിട്ട് അരച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ഒരു നാരങ്ങയുടെ നാരങ്ങാനീര്, തക്കാളി 4 എണ്ണം അരച്ചതാണിത്. ഇനി കുറച്ച് പുതിനയില, അതുപോലെ മല്ലിയില, കോഴി 1 എണ്ണം, ഒരു ഏകദേശം 1.5 കിലോ ഉള്ള കോഴിയാണിത്. പിന്നെ വെള്ളം പാകത്തിന്. ഇത്രയാണ് നമുക്ക് ഈ തലശ്ശേരി ചിക്കൻ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മസാല റെഡിയാക്കാം. അതിനായിട്ട് ഇത് നമ്മൾ സവോള, അതുപോലെ തന്നെ നട്ട്സ്, കിസ്മിസ് ഇതൊക്കെ വറുത്ത് കോരിയ എണ്ണ നന്നായിട്ട് അരിച്ച് അത് ചേർത്തേക്കുന്നതാണ് ഇതിലേക്ക് നമുക്കിനി ഇത് നമ്മൾ പച്ചമുളക്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ അരച്ചതാണ്. ഇത് ചേർക്കാം. ഇത് ചേർത്തൊന്ന് മൊരിഞ്ഞ ശേഷം നമുക്ക് തക്കാളി നമ്മൾ അരച്ചതുണ്ട്, അതും ചേർക്കണം. ഇതാ നമ്മൾ പച്ചമുളക്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ അരച്ചതാണ്. ഇത് എണ്ണയിൽ നമ്മളൊന്ന് വഴറ്റിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് തക്കാളി അരച്ചതാണ്. ഇതൊരു 4 തക്കാളി അരച്ചതാണ്. ഇതും ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചില്ലെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയില, അതുപോലെ മല്ലിയില അതും ചേർക്കണം. ഇനി പാകത്തിന് ഉപ്പ് ചേർക്കണം. ഇനി നമുക്ക് ഗരം മസാല ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തു. ഇനി ഇത് കോഴിയാണ്. ഇത് ഈ ചിക്കൻ പീസസിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഒന്ന് പരട്ടി വെച്ചേക്കുന്നതാണ്. ഇതും ചേർത്ത് നമുക്ക് മൂടി വെച്ച് നമുക്ക് ചിക്കൻ വേവിക്കാം. കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മൂടി വെച്ച് വേവിക്കാം. ഈ ചിക്കനോട് ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കണം. അതുപോലെ 5 സവോള വറുത്ത് വെച്ചിട്ടുണ്ട്. പകുതി നെയ്യിലും അതുപോലെ തന്നെ പകുതി വെളിച്ചെണ്ണ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുവാണേ. നമുക്കിനി ഇത് മൂടി വയ്ക്കാം. നന്നായിട്ട് ഈ ചിക്കൻ വേകുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. ഇത് നല്ല തിളച്ച വെള്ളമാണ്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് അരി വേവിച്ചെടുക്കാം. ഞാൻ ജീരകശാല അരിയാണ് എടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക്. ബസ്മതി അരി ആണെങ്കിലും ജീരകശാല അരി ആണെങ്കിലും ഇത് തന്നെയാണ് കണക്ക്. ഇത് നല്ല വെള്ളം തിളച്ചിട്ടുണ്ട്. നല്ല ചൂടായ വെള്ളമാണ്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇത് 5 ഗ്രാമ്പു, 5 ഏലക്ക, 2-3 കഷ്ണം കറുവാപ്പട്ട ഇത്ര എടുത്ത് വച്ചേക്കുന്നതാണ്. ഇത് ചേർക്കാം. ഇത് അരിയാണ്. ഇത് ജീരകശാല അരിയാണ്. ഇത് 5.5 കപ്പ് അരിയുണ്ട്. നമ്മൾ ഇത് വേവിച്ചെടുക്കണം അരി. ഈ അരിയിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോട് ചേർത്ത് കൊടുക്കണം. ഈ തലശ്ശേരി ചിക്കൻ ബിരിയാണിയിൽ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. സാധാരണ നമുക്ക് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കാം അരി. പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യുന്നത് വെള്ളം വറ്റിച്ചെടുക്കുകയാണ്.
അപ്പം നമുക്ക് ഇത് ഏകദേശം വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒരു 80% വെന്തിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാം. ബാക്കി വേകുന്നത് ബാക്കി 20% അരി വേകുന്നത് നമ്മൾ ദം ചെയ്യുമ്പോഴാണ്. നമുക്കിത് രണ്ടും വേകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇത് അരിയിലെ വെള്ളമൊക്കെ വലിഞ്ഞ് ഏകദേശം പറ്റിയിട്ടുണ്ട്, കണ്ടോ, വെള്ളമില്ല. അരി ഏകദേശം വെന്തിട്ടുണ്ട്, ഒരു 80% ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ വെന്തോളും. നമുക്ക് ഈ ചോറ് വേറൊരു പാത്രത്തിലോട്ട് പകർത്തിയിട്ട് ഈ പാത്രത്തിൽ തന്നെ ദം ചെയ്യാം. ഇത് ചിക്കൻ വെന്തിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെയും തീ നിർത്താം. അതിനു മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് അതുപോലെ തന്നെ പുതിനയിലയും മല്ലിയിലയും കൂടിയും ചേർക്കണം. ഇനി നമുക്ക് ഈ തലശ്ശേരി ചിക്കൻ ബിരിയാണി ദം ചെയ്യാം. അപ്പം ഇത് കണ്ടോ, ഞാൻ ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പാത്രം എടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് തീ കുറച്ച് വെക്കാം. നന്നായിട്ട് ചൂടായ ദോശക്കല്ലാണ്. അതിൻ്റെ മുകളിൽ ഈ പാത്രത്തിൽ ദം ചെയ്യാനായിട്ടുള്ള പാത്രത്തിൽ ഒരു 1/4 ഭാഗം ഞാൻ ഈ ഓൾറെഡി വേവിച്ച റൈസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ചിക്കൻ മസാല ചേർക്കാം. ഇത് നിരത്തി ഇങ്ങനെ ഒരേപോലെ ചേർക്കണം. അതുപോലെ ഒരു ലെയറിലാണ് ചേർക്കാനും പാടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇത് മല്ലിയിലയാണ്, അതുപോലെ പുതിനയില ചേർക്കണം. ഇനി നമ്മൾ നട്ട്സും അതുപോലെ കിസ്മിസ് ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. ഇത് നട്ട്സും സവോളയും കിസ്മിസും നമ്മൾ ആദ്യം തന്നെ നെയ്യും പകുതി ഓയിലും കൂടി മിക്സ് ചെയ്ത് വറുത്ത് വെച്ചതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി വിതറി കൊടുക്കണം. ഇനി ഇത് നമ്മൾ സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂവ്, നമ്മൾ ചൂട് പാലിൽ നമ്മൾ കലർത്തി വച്ചേക്കുന്നതാണ്. ഇതും ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചേക്കുന്ന നെയ്യാണ്, ഇതും ചേർക്കാം. നമ്മൾ അധികം നെയ്യൊന്നും ഒത്തിരി ഓയിലി അല്ലാതെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇനി എല്ലാം കഴിഞ്ഞു. നമുക്കിനി ഇത് മൂടി വയ്ക്കാം. എന്നിട്ട് ഇതിനി ഒരു 15 മിനിറ്റ് ഇങ്ങനെ നല്ല ചൂടായ ദോശക്കല്ലിൽ കുറഞ്ഞ തീയിൽ ഇരിക്കണം. അപ്പോഴത്തേക്കും നമ്മൾ ചേർത്ത ഈ സാഫ്രോൺ മിൽക്കൊക്കെ ഒന്ന് വലിഞ്ഞ്, അതുപോലെ ഈ നല്ല ചൂടിൽ ചോറ് കുറച്ചുകൂടി വേവാനുണ്ടല്ലോ അതും, അതുപോലെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് എല്ലാം, അതുപോലെ നമ്മുടെ പുതിനയില, മല്ലിയില ഇതെല്ലാം ഒന്ന് വാടി ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഈ റൈസിലോട്ടും അതുപോലെ ചിക്കൻ മസാലയിലോട്ടും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് സെർവ് ചെയ്യാനായിട്ട്. നമ്മൾ ദം ചെയ്യാൻ വെച്ച് നമ്മുടെ തലശ്ശേരി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടായി, കണ്ടോ, ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പം തൊട്ടാ പൊള്ളുന്ന ചൂട് വരെയൊക്കെയാണ് നമ്മൾ ദം ചെയ്യേണ്ടത്. നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് ഇത് പകർത്താം. നമ്മളിന്ന് തയ്യാറാക്കിയത് തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഡേറ്റ്സ് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും പിക്കിളിൻ്റെ കൂടെ, അതുപോലെ മാങ്ങയും മല്ലിയിലയും തേങ്ങ ചെറിയതൊക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തി, നമുക്ക് അതുപോലെ റെയ്ത്ത, മുട്ട, പപ്പടമൊക്കെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത ടോഷ്മാസ് കിച്ചണിൽ നമുക്ക് വീണ്ടും കാണാം.